ഇപ്പം എങ്ങനെയാണെന്ന് പറയാൻ പോണത്, നെറ്റ്ഫ്ലിക്സിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിൽ ഞാൻ ഇരുന്ന് കണ്ട ഒരു സിനിമയാണ് എലൈൻ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ OTTയിലാണ് ഇറങ്ങിയത്, നേരെ തിയേറ്ററിൽ റിലീസ് ഉണ്ടായില്ല ഈ സിനിമയ്ക്ക്. അപ്പോൾ ഞാൻ ഇതെന്താ സംഭവിച്ചത്, കാരണം തുടക്കമൊക്കെ തുടങ്ങുമ്പോൾ ഈ സിനിമ, അതായത് തുടങ്ങുമ്പോൾ സാധാരണ നോർമൽ മാതിരി സിനിമ തുടങ്ങണ പോലെ തുടങ്ങി. അതായത് ഒരു പയ്യൻ, ആ പയ്യന് കുറേ അസുഖമുണ്ട്, അത് വായു, ഓക്സിജൻ അങ്ങനത്തെ ഒക്കെ സംഭവം, ഒരു എയർ കിടന്നപ്പൻ ആ സ്കിന്ന് മൊത്തം ഇതാവുക, അങ്ങനെ ആ രീതിയിൽ തളർന്ന് വീഴുക, ശ്വാസം കിട്ടാണ്ട് മരിക്കുക, ആ ഒരു ഇതാണ്. അപ്പോഴേക്കും ആ കൊച്ചിൻ്റെ അമ്മയും അച്ഛനും കൂടി ആ കൊച്ചിനെ റൂമിൽ ഫുൾ പ്ലാസ്റ്റിക്കും കവറിട്ട് മൂടി അങ്ങനത്തെ ഒരു രീതിയിലാണ് വളർത്തണേ. പുറത്തേക്കൊന്നും വിടുന്നില്ല. അപ്പോൾ മൊത്തം വീടിൻ്റെ ഉള്ളിൽ തന്നെ ബാത്റൂം വരെ ഒക്കെയും ആ ഒരു കട്ടിലും ഒക്കെ പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ച് അതിനകത്താണ് മൊത്തം. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു സിനിമ, അതായത് ഹൊറർ സിനിമയെന്നറിയാം, എന്നാലും എന്തായിരിക്കും സംഭവം എന്ന് എനിക്ക് കണ്ടില്ല. അപ്പോൾ ഈ കൊച്ചിൻ്റെ അസുഖം ഭേദപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ഹോസ്പിറ്റലിൽ ഒരു കുട്ടികളുടെ ഒരു സർജറി ചെയ്ത് മറ്റുള്ള സ്ഥലമുണ്ട്, ഒരു നിഗൂഢത പിടിച്ച ഒരു കൊട്ടാരമൊക്കെ പോലെ എന്തോ ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ആയി സംഭവം. അതിനകത്ത് പോയി കഴിഞ്ഞിട്ട് അവിടെ എന്തോ നെഗറ്റീവ് എനർജി അങ്ങനെയൊക്കെ തോന്നിക്കുക, ആ ഒരു സംഭവമൊക്കെ അപ്പോൾ ഒന്ന് കാണാൻ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നിയപ്പോൾ ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു എന്തൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ തന്നെ ആയിരിക്കും സാധാ പോക്ക്. ഞാൻ അതായത് ഇതിനെക്കുറിച്ച് വലിയ ഇതിൽ അറിയാത്ത കാരണം ലാസ്റ്റ് ഇങ്ങനെയായിരിക്കും വിചാരിച്ചത്, ലാസ്റ്റ് സീനൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാൻ പോണേ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് ഇൻ്റർവ്യൂവിലൊക്കെ. അതായത് ഒരു പകുതിയൊക്കെ എത്തിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എന്നാലും എനിക്ക് അങ്ങോട്ട് ഒരു ഇത് കയറുന്നില്ല ഇനി പിന്നെ. പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അങ്ങനെ മനസ്സിലാവില്ല. അതായത് നമുക്ക് മൊത്തം ഡൗട്ടായിരിക്കും, ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലാവാത്ത. പിന്നെ തോന്നി ഇത് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നടക്കാം, ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും വിചാരിച്ച്. ലാസ്റ്റിലേക്കൊക്കെ വന്നപ്പോൾ സിനിമയുടെ ലെവലേ മാറി. നമ്മൾ വിചാരിച്ച സിനിമ, നമ്മൾ ഫസ്റ്റ് കണ്ട സിനിമയല്ല, മൊത്തം ഒരു എന്താ പറയുക, ഇത് വയലൻസ് ആവും, ഒരു വേറെ ലെവൽ സാധനമായി മാറി. ഇതൊക്കെ 2019 ഇറങ്ങിയ സിനിമയാണ്, പക്ഷേ നല്ല എന്ത് കണ്ടൻറ്റാണൊക്കെ എന്നറിയാമോ. ഇത് ഇങ്ങനെ കണ്ടിട്ട് ലാസ്റ്റിലേക്ക് വന്നപ്പോൾ എന്ത് രസമെന്ന് അറിയാമോ. ആ വിചാരിച്ച ഇതൊക്കെ ആ ടൈമിൽ കണ്ടവരുടെയൊക്കെ കിളി പാറി പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കണേ. ഈ സിനിമ യൂട്യൂബിൽ ഇതിൻ്റെ കുറിച്ചൊക്കെ സ്റ്റോറി അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ വെറുതെ ഇരുന്ന് കണ്ട ചിലപ്പോൾ നിങ്ങളുടെ ഇത് നേരെ ഈ സിനിമ ഒന്ന് കാണാൻ ഇങ്ങനെ ഇരുന്ന് കാണാം. ലാസ്റ്റൊക്കെ ഞെട്ടി. ശരിക്കും പറഞ്ഞാൽ ഒരു കിടിലം പടം തന്നെയായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇങ്ങനത്തെ സിനിമകൾ ഇനി ഉണ്ടായെങ്കിൽ ഞാൻ പറയാം. ബൈ.